ഷഹൻഷാ അക്ബർ കോ കോൺ സിഖായേഗ എന്ന ലോകകഥ നമ്മൾ വളരെ കൃത്യമായി തന്നെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഈ ഒരു കഥയുടെ തുടക്കം എങ്ങനെയായിരുന്നു? അക്ബർ രാജാവിനെ ഒരുപാട് വിദ്വാൻമാര് എന്തൊക്കെയോ ചർച്ച ചെയ്യുന്നത് ആ ഒരു കാഴ്ച കാണുന്ന സമയത്ത് അക്ബറിന് തോന്നുകയാണ്, എനിക്ക് ഈ ലോകത്തുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അറിയില്ല, അതെനിക്ക് പഠിക്കണം. അപ്പൊ തന്റെ ബീർബൽ മന്ത്രിയോട് പറയാണ്, എന്ത്, നീ നാളെ മുതൽ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യൂ എന്ന്. അപ്പൊ അടുത്ത ദിവസം രാവിലെ ആയ സമയത്ത് രാജാവിനെ വരവേറ്റത് ഒരു വിചിത്രമായ ദൃശ്യമായിരുന്നു അല്ലേ? നോക്കൂ, അഗലി സുബഹ ജബ് शहनशाह ने दरबार में प्रवेश किया तो उनका स्वागत एक विचित्र दृश्य ने किया. दरबार तरह तरह के लोगों से भरा हुआ था. എന്താണ് ആ വിചിത്രമായ ദൃശ്യം? രാജസദസ്സ് തരകെ ലോകവും സെ വ്യത്യസ്തരായിട്ടുള്ള ഒരുപാട് ആളുകളെ കൊണ്ട് ഭരാഹുവാദ നിറഞ്ഞിരിക്കുകയാണ്. അതാരൊക്കെയായിരുന്നു? വഹാം ബച്ചേ ഓർ ബുജുർഗ് ദേ, അവിടെ കുട്ടികളും മുതിർന്നവരും ഉണ്ടായിരുന്നു. ഗൃഹിണിയാം ഓർ ദോബിനേന്തി, ഗൃഹിണിയാം വീട്ടമ്മമാരും അതുപോലെ അലക്കുകാരും ഉണ്ടായിരുന്നു. കിസാൻ ഓർ കച്ചുരാബിനെ വാലേധേ, കർഷകരും വേസ്റ്റ് ഒക്കെ എടുക്കുന്ന ആളുകളും ഉണ്ടായിരുന്നു. ദുകാൻദാർ ഓർ ലിപ്പിക് ദേ, കടക്കാരും കച്ചവടക്കാരും അതുപോലെ ഗുമസ്തരും ഉണ്ടായിരുന്നു. മൂർഖ ഓർ ജ്ഞാനി ദേ, വിഡ്ഢികളും ജ്ഞാനികളും ഉണ്ടായിരുന്നു. और भी ना जाने कितनी तरह के लोग थे, ആർക്കും പറയാൻ പറ്റിയിരുന്നില്ല എത്രത്തോളം വ്യത്യസ്തരായിട്ടുള്ള ആളുകളാണ് അവിടെ ഉണ്ടായിരുന്നതെന്ന് ആർക്കും പറയാൻ പറ്റിയിരുന്നില്ല. ഇതായിരുന്നു നമ്മുടെ ഈ കഥയുടെ ഒരു തുടക്കം എന്ന് പറയുന്നത് അല്ലേ? നോക്കാം. बीरबल समाज के विभिन्न प्रकार के लोगों को दरबार में बुला लाया, कारण क्या होगा? ബീർബല് സമാജത്തിലുള്ള ഒരുപാട് വ്യത്യസ്തരായിട്ടുള്ള ആളുകളെയൊക്കെ കൊട്ടാരത്തിന് മുന്നിൽ കൊണ്ടുവന്നു അല്ലേ? അതിന്റെ കാരണം എന്തായിരുന്നു? बीरबल समझता था कि हर एक व्यक्ति में कुछ ना कुछ हुनर है. नोट द पॉइंट. എന്താണ്? हर एक व्यक्ति में कुछ ना कुछ हुनर है. ഓരോ വ്യക്തിയിലും ഓരോ തരത്തിലുള്ള പ്രത്യേക കഴിവുണ്ട്. മാനവ് अपने आसपास के लोगों से कुछ ना कुछ सीख सकता है. മനുഷ്യൻ എന്താണ്? തന്റെ അടുത്തിരിക്കുന്ന ആളുകളിൽ നിന്നും അല്ലെങ്കിൽ എന്താ തന്റെ ചുറ്റുപാടിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ടല്ലേ? ബീർബൽ ബാദ്ഷാ അക്ബർ കോ യേ ബാതേം സമझാനാ ചാഹതാ താ. ഈ ഒരു കാര്യം, അതായത് എല്ലാവരിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നൊരു കാര്യം രാജാവിനെ ബീർബലിന് ബോധ്യപ്പെടുത്തണമായിരുന്നു. അതിനാണ് അത്രയും ആളുകളെയൊക്കെ അവിടെ കൊണ്ടുവന്നത് അല്ലേ? ബാക്കി കഥ എന്തായിരുന്നു നോക്കിയാലോ. ആജ് ദർബാർ കിസ് തരഹ കെ ലോഗോം സെ ഭരാ ഹുവാ ഥാ. ഇന്ന് രാജസദസ്സ് എത്രത്തോളം ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായിരുന്നു എന്നാണ് അടുത്ത ചോദ്യം. ദർബാർ തരകെ ലോഗോം സെ ഭരാ ഹുവാ ഥാ. വ്യത്യസ്തരായിട്ടുള്ള ഒരുപാട് ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. വഹാം ബച്ചേ ഓർ ബുജുർഗ് ദേ, കുട്ടികളും അതുപോലെ മുതിർന്നവരും ഉണ്ടായിരുന്നു. ഗൃഹിണിയാം ഓർ ദോബിനേന്തി, വീട്ടമ്മമാരും അലക്കുകാരും ഉണ്ടായിരുന്നു. കിസാൻ ഓർ കച്ചുരാ ബീനെ വാലേ ദേ, കർഷകരും കച്ചുരാ ബീനെ വാല വേസ്റ്റ് ഒക്കെ എടുക്കുന്ന ആളുകളും ഉണ്ടായിരുന്നു. ദുകാൻദാർ കച്ചവടക്കാരും ലിപിക് ഗുമസ്തരും ഉണ്ടായിരുന്നു. മൂർഖ ഓർ ജ്ഞാനി ദേ, എന്താണ്? വിഡ്ഢികളും ജ്ഞാനികളും ഉണ്ടായിരുന്നു, അറിവുള്ളവരും ഉണ്ടായിരുന്നു. ഓർ ബി നാ ജാനെ കിത്നി തരഹ കി ലോഗ് ദേ, ആർക്കും പറയാൻ പറ്റിയിരുന്നില്ല എത്രത്തോളം ആളുകൾ അവിടെ വന്നിരുന്നു എന്ന്. ഓക്കെ. बहुत सी ऐसी चीजें हैं जिनके बारे में मैं नहीं जानता. ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ചൊന്നും എനിക്ക് അത്രയും ഗാഢമായിട്ടുള്ള ഒരു അറിവ് ഉണ്ടായിരുന്നില്ല. ഇസ് കഥൻ സേ അക്ബർ കാ കൗൻ സാ മനോഭാവ് പ്രകട് ഹോത്താ ഹേ. ഈ ഒരു കഥൻ, ഈ ഒരു അഭിപ്രായത്തോട് അക്ബർ ജിയുടെ ഒരു മനോഭാവം എന്താണ്? അക്ബർ ജി പറയുന്നുണ്ട്, ഈ ലോകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് എല്ലാത്തിനെ കുറിച്ചും എനിക്ക് അറിയില്ല, പക്ഷെ എനിക്ക് അറിയണം, അതൊക്കെ പഠിക്കണം എന്ന് പറയുന്നുണ്ട്. ഈ ഒരു മനോഭാവം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അപ്പോൾ ഈ ലോകകഥ അറിയുന്ന എല്ലാവർക്കും അതിന് ഉത്തരവൊക്കെ അറിയാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാണ്? 20-ാം തീയതി ഏകന്റെ 8th ചാനൽ കൃത്യം 7 മണിക്ക് 1 ഷോട്ട് റിവിഷനുമായിട്ട് വരികയാണ്. എല്ലാവരും ലൈവ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.